ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാജ്യം മുഴുവൻ ചർച്ചയാകുന്നു. ഇത്തരമൊരു കമ്മിറ്റിയെ നിയോഗിക്കാൻ കാട്ടിയ ആർജവത്തെ മറ്റു ഭാഷകളിലെ സിനിമാക്കാർ അഭിനന്ദിക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും സിനിമാ മേഖലയ്ക്ക് ഈ റിപ്പോർട്ട് നൽകിയ കോൺഫിഡൻസ് ചെറുതല്ല. നടിമാരുടെ വാതിലിൽ മുട്ടുന്ന വിരുദ്ധന്മാർ ഇനിയൊന്ന് ഭയക്കും, ചൂഷണക്കാർ ഒന്ന് പതറും. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. എന്നാൽ പുരുഷന്മാരും വലിയ പീഡനം അനുഭവിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിന് പിന്നാലെ എത്തുന്ന പ്രതികരണങ്ങൾ. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന 10-15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് പച്ചയ്ക്ക് പറഞ്ഞാൽ മാഫിയ തന്നെയാണ് പുരുഷന്മാർക്കും തലവേദന സൃഷ്ടിക്കുന്നത്. നടന്മാർക്ക് വിലക്കേർപ്പെടുത്തി രസിക്കുകയാണ് ഇവരുടെ ദ്രോഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട്. നടിമാരേക്കാൾ നടന്മാരെ വിലക്കാനാണ് ഈ മാഫിയ ഗ്രൂപ്പിന് ആവേശം. ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ആരോപണം ഉന്നയിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ഇവർ നടന്മാർ മാത്രമല്ല, നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും ഒക്കെയാണ്. സിനിമയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഈ മാഫിയ തലവന്മാരുടെ കയ്യിലാണ്. ഈ മാഫിയ സംഘത്തിനെതിരെ ഒന്നും പറയാനും പ്രവർത്തിക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ആരായാലും അവർ വിലക്കും, ഉപദ്രവിക്കും. പ്രശസ്തരായ പല നടന്മാരും ഈ മാഫിയ സംഘത്തിൻ്റെ കോപത്തിന് ഇരയായിട്ടുണ്ടത്രേ. ഏതെങ്കിലും നിർമ്മാതാവ് സിനിമയെടുക്കാൻ വന്നാൽ ഈ വിലക്കുള്ളവരെ അഭിനയിപ്പിക്കരുതെന്ന് പറയും. നിർമ്മാതാവ് കേട്ടില്ലെങ്കിൽ അയാളെ ദ്രോഹിക്കും. സിനിമയെടുക്കാൻ ഫിലിം ചേംബറിൻ്റെ അനുമതി വേണം. ഫിലിം ചേംബറിനെ കൊണ്ട് ഈ അനുമതി പത്രം നൽകില്ലെന്ന് പറയിപ്പിക്കും. ഫിലിം ചേംബർ ഭാരവാഹികളും അഹങ്കാരികളാണ്. നേരത്തെ നിർമ്മാതാക്കളായിരുന്നു സിനിമയുടെ ക്യാപ്റ്റന്മാർ. ഇപ്പോഴത് നടന്മാരായി മാറി. സിനിമയിൽ ആരൊക്കെ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ നടന്മാരാണ്. വരുതിക്ക് നിന്നില്ലെങ്കിൽ വിലക്കും, അതുറപ്പ്. വിലക്കിനെ മറികടക്കാൻ നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയുമായ ഒരു നടൻ്റെ അനുഭവവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു നടനുണ്ട്, ഈ മാഫിയയുടെ ഭാഗമായ നടൻ. സിനിമയിൽ നായികയെയും തിരക്കഥാകൃത്തിനെയും ഒക്കെ തീരുമാനിക്കുന്നത് അയാൾ തന്നെയാണ്. അയാളെ പിണക്കാൻ ആരും തയ്യാറാവില്ല. മലയാള സിനിമാ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഹേമയുടേതെന്ന് സംവിധായകൻ വിനയൻ പ്രതികരിച്ചു. സിനിമാ രംഗത്ത് മാഫിയ ഗ്രൂപ്പിൻ്റെ പീഡനം ലൈംഗികമായി മാത്രമല്ല, മറ്റു തരത്തിലുള്ള പീഡനം ഏറ്റുവാങ്ങിയയാളാണ് ഞാൻ. ഈ പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. സിനിമയിലെ താഴെത്തട്ടിലുള്ളവർക്കായി എൻ്റെ നേതൃത്വത്തിൽ യൂണിയൻ ഉണ്ടാക്കി. മാഫ്റ്റ സംഘടന തകർത്തതിന് മുന്നിൽ നിന്നത് ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഞാൻ 12 വർഷത്തോളം സിനിമയ്ക്ക് പുറത്തു നിന്നത്. ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണ്, വിനയൻ പറഞ്ഞു. സിനിമയിലേക്ക് വരുന്ന പുതിയ തലമുറയെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത്. ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതിനേക്കാൾ വലുത് കണ്ടിട്ടുണ്ടെന്ന രീതിയിൽ മന്ത്രിമാർ വരെ സംസാരിക്കുന്നത് കണ്ടു. സിനിമാക്കാരും ഈ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. ഇനിയും ഉറക്കം നടിക്കരുതെന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. അത് സിനിമാ മേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ ശക്തമായി നടപ്പാക്കണമെന്നും വിനയൻ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് 2017 നവംബർ 16 സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്.